ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമ്മർ സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ചിട്ടാണ്. സമ്മർ സീസണിൽ സ്കിൻ കെയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഏതൊക്കെ രീതിയിൽ നമുക്ക് സമ്മർ സീസണിൽ സ്കിൻ കെയർ ചെയ്യാമെന്നും ഉള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ പോലെ ഇതിലും പറയുകയാണ്. ഇതെല്ലാം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ സമ്മർ സീസണിൽ എൻ്റെ സ്കിൻ കെയർ ചെയ്യാതിരുന്ന സമയത്ത് എൻ്റെ സ്കിൻ ഉണ്ടായിരുന്നതും ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു മാറ്റത്തിൻ്റെയും ബേസിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സമ്മർ സീസണിലാണ് ഏറ്റവും കൂടുതൽ സ്കിൻ ഡാമേജ് ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് UV റേസിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതും ഹ്യൂമിഡിറ്റി ഉണ്ടാവുന്നതും പിന്നെ പല എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം കൂടുതൽ സ്കിൻ ഡാമേജ് ഉണ്ടാവുന്നത് സമ്മർ സീസണിലാണ്. അതുകൊണ്ട് തന്നെ സമ്മർ സീസണിൽ സ്കിൻ കെയർ എടുക്കുക എന്നുള്ളത് വളരെ എസെൻഷ്യൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇനി എന്തൊക്കെ രീതിയിലാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ടത് ഈ ഒരു സീസണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ട സ്റ്റെപ്പ്. അതായത് പ്രൊട്ടക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരിക സൺസ്ക്രീൻ ആയിരിക്കും. അതേ, നമ്മൾ നല്ലൊരു സൺസ്ക്രീന് പുറത്ത് പോകുമ്പോൾ എന്തായാലും യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ പല ആളുകളെ നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്ത് പറയാം. രണ്ട് ടൈപ്പ് ആളുകളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവര് പുറത്തിറങ്ങി നേരെ ചിലപ്പോൾ ഓഫീസിൽ AC റൂമിലായിരിക്കും ഇരിക്കുന്നത്, പിന്നെ ഈവനിങ് ആയിരിക്കും പുറത്ത് വരുന്നത്. അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഈ സമ്മർ സീസണ് ഒന്ന് അതിജീവിച്ച് പുറത്ത് വരാൻ. പക്ഷെ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ AC ഒന്നും ഇല്ലാത്ത അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പുറത്ത് പോയാൽ തന്നെ പെട്ടെന്ന് നമ്മൾ വേർക്കാൻ തുടങ്ങും. ആ വേർക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. പിന്നെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും അത് പോസിബിൾ ആവണമെന്നില്ല. നമുക്ക് എല്ലാ സമയവും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഇത് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോഴും അതും എല്ലാവർക്കും പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ സൺസ്ക്രീൻ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ കുട യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബൈക്കൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, ഒരു മാസ്ക് പോലൊരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് അതിൻ്റെ പേരറിയില്ല, അതൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ മെയിനായിട്ട് കുടയൊക്കെ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാം. കൂടുതലും വെയിൽ കൊള്ളാതെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോവാം. ഒരു പരിധി വരെ നിങ്ങളെ സൺബേണിൽ നിന്നും രക്ഷപ്പെടുത്താൻ അലോവേര ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നാച്ചുറൽ അലോവേര നിങ്ങൾ പുറത്ത് പോകുന്നതിന് മുന്നേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മാക്സിമം സ്കിന്നിനെ വെയിലിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കും. പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ്. നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മർ സീസണിലാണ് സ്കിന്ന് ഏറ്റവും കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും. ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട്, ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് എല്ലാവർക്കും അറിയാം, നമ്മൾ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് ഓൾസോ സ്കിന്നിന് നല്ലതാണ്. പിന്നെ നിങ്ങളൊരു ടോണറുകൾ യൂസ് ചെയ്യുക. നിങ്ങൾ പൊതുവേ ടോണർ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ സമ്മർ സീസണെങ്കിലും അറ്റ്ലീസ്റ്റ് ടോണർ യൂസ് ചെയ്യുക. ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യണം. അത് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ ഫേസിലെ ഒരു സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ്. നിങ്ങൾക്ക് അതുപോലെ കുക്കുംബറിന്റെ, റെഡ് വൈൻ്റെ ഒക്കെ ടോണറുകൾ ഉണ്ട്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ ഫേസിനൊന്നും പ്രശ്നമില്ലാത്തത് എന്ന് വെച്ചിട്ടുള്ള ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ റേഡിയൻസ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ റേഡിയൻസ് ആയിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കുന്നത് എപ്പോഴും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിൽ മാത്രമാണ് ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫേസ് മാസ്കുകൾ വീക്ക്ലി ഒരു 2 times എങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ടാനൊക്കെ റിമൂവ് ആവുള്ളൂ. നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ കൊടുത്തു പറഞ്ഞാലും ടാനൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അടിക്കും. അപ്പോൾ ടാനൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഹെൽത്തി ആവുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയിട്ട്, ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഏത് മാസ്ക് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാറുള്ളത് വെച്ചാൽ ആ ഒരു മാസ്ക് ഒരു 2 times 3 times വീക്ക്ലി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര റേഡിയൻ്റ് ആക്കി വെക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ അതിന് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പൊടി യൂസ് ചെയ്യാം, പപ്പായ, ബീറ്റ്റൂട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ 3 സ്റ്റെപ്പാണ് മെയിൻ ആയിട്ട് നമ്മളൊരു സമ്മർ സീസണിൽ സ്കിൻ കെയർ റൂട്ടീനിൽ കൊടുക്കേണ്ടത്. പ്രൊട്ടക്ട് ചെയ്യണം, ഹൈഡ്രേറ്റ് ചെയ്യണം ആൻഡ് റേഡിയൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമ്മർ സീസണിൽ നമ്മുടെ സ്കിന്നിനെ വലിയ ഡാമേജിലൊന്നും പെടാണ്ട് നമുക്ക് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഹെൽപ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.